വീട്ടിൽ കുറച്ചധികം എണ്ണയുണ്ടെങ്കിൽ എനിക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ. പീരീഡ്സ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതുകൊണ്ട് തന്നെ ഏട്ടനെയും കൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കായ മേടിപ്പിച്ചു. ചിപ്സ് തട്ടിക്കൂട്ടാമെന്ന് കരുതി. ഒരാഴ്ചത്തേക്കുള്ള സ്നാക്കും ആകുമല്ലോ. ഇവിടെ ചിപ്സ് ഉണ്ടാക്കാൻ എക്സ്പേർട്ട് അമ്മയാണ്. കുറച്ച് മാത്രം കായ മേടിച്ചത് കൊണ്ട് തന്നെ ഞാൻ തന്നെ അങ്ങ് ഇറങ്ങി പുറപ്പെടാമെന്ന് വിചാരിച്ചു. കായ പൊളിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. നല്ല കറയുള്ളത് കാരണം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിനകത്ത് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ പൊരിപ്പിനും കരിപ്പിനും മാത്രം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ് ചട്ടിയുണ്ട്. അതും വെച്ചു എണ്ണയൊഴിച്ചു. എല്ലാവരും പറയാറുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സിന് മണവും രുചിയും കൂടുതലാണെന്ന്. പക്ഷേ ഓണത്തിന് അമ്മ ചിപ്സ് ഉണ്ടാക്കിയത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ്. അത് ഒരു 4 കിലോയോളം കായ ഉണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് എങ്ങനെ തീർന്നെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. പറഞ്ഞു വരുന്നത് അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കായ എല്ലാം ആദ്യം തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഗ്രേറ്റർ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പവഴിയാണ് അത്. തിളച്ച എണ്ണയിൽ ഡയറക്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എണ്ണയെല്ലാം കൂടി തെറിച്ച് പണി മേടിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്തത്. വറുത്തൊരു പകുതിയാകുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളവും കൂടി കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല റിസ്ക് ഉള്ളൊരു പണിയാണ് ഈ ചൂട് എണ്ണയുടെ മുന്നിൽ കുറേ നേരം നിൽക്കുന്നത്. സത്യം പറഞ്ഞ് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അത്രയ്ക്ക് ചൂടായിരുന്നു. അവസാനം അഴിച്ചിട്ട മുടി പൊക്കി കെട്ടേണ്ട അവസ്ഥ വന്നിരുന്നു. കാരണം അത്രയ്ക്ക് വിയർത്ത് ഒഴുകുമായിരുന്നു. എങ്ങനെയെങ്കിലും ലാസ്റ്റ് ഞാൻ ഫുൾ ഉണ്ടാക്കി അങ്ങ് പോയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു. നല്ല മുരുമുര കരിമുരാന്നിരിക്കുമായിരുന്നു. നല്ല കടിച്ച കടി വീഴുമായിരുന്നു. ഞാൻ വേഷം ഉണ്ടാക്കി കഴിയുമ്പം കുറേ നേരം കഴിയുമ്പോഴത്തേക്കും അത് തണുത്ത് പോകുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനിവിടെ സ്നാക്സ് ഇടുന്നൊരു പാത്രമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇട്ട് വെച്ച് ഇനി എനിക്ക് ഒരാഴ്ചത്തേക്ക് കയറി ഇറങ്ങിയും തിന്നാമല്ലോ. ഇവിടെ നിലമോൾക്കും ഏട്ടനും അമ്മയ്ക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ചിപ്സ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് തിന്നാനുള്ളതായിട്ടുണ്ട്. അപ്പം ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.